എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീ എഞ്ചിനീയറിംഗ് ഹോളോ ബ്ലോക്ക് മെഷീൻ മാനുഫാക്ചറിങ്. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകണം വന്നിട്ട് മലയാളത്തിലാണ്. എന്തെങ്കിലും തെറ്റായിട്ട് വെച്ചാൽ ക്ഷമിക്കണം. ഇപ്പം നമ്മുടെ ഫാക്ടറിയിൽ വന്നിട്ട് പുതിയ ലോഞ്ചിങ് ആണ് ഈ 4 വൈബ്രേറ്റർ മെഷീന്. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം വന്നിട്ട് സിംഗിൾ വൈബ്രേറ്ററും ഡബിൾ വൈബ്രേറ്ററും അങ്ങനെ മോഡൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 വൈബ്രേറ്റർ മോഡൽ വന്നു. അത് വന്നിട്ട് ഒരു 10 കൊല്ലമായി 3 വൈബ്രേറ്റർ വന്നിട്ട്. ഇപ്പോൾ അത് ഇല്ലാതെ ഇപ്പോൾ 4 വൈബ്രേറ്റർ ന്യൂ ലോഞ്ചിങ് ആണ്. അത് വന്നിട്ട് 1 കൊല്ലമായി. ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ. ഒരു മെഷീൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതാണ് 3 വൈബ്രേറ്റർ, അത് 4 വൈബ്രേറ്റർ. എന്താ ഡിഫറൻറ്റ് വെച്ചാൽ ഇതിൽ വന്നിട്ട് മെഷീൻ്റെ ചാനലൊക്കെ എല്ലാ ചാനലും നോക്കാൻ പോയാൽ നമുക്ക് 4 ഇഞ്ചിൻ്റെ ചാനലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ചാനലും 5 ഇഞ്ചിൻ്റെ ആയിരിക്കും. അപ്പോൾ മെഷീൻ്റെ ഹൈറ്റും നോക്കാൻ പോയാൽ ഇത്ര ഒരു 4 അടി ഉയരം ഉണ്ടാവുള്ളൂ. ഇത് വന്നിട്ട് 5 അടി ഉയരം ഉണ്ടാവും. ഇത് മൊത്തം ഹെവി സ്ട്രക്ചറാണ്. ഇതിന് വന്നിട്ട് നമുക്ക് 9 HP പവർ വേണം 3 പേസിൻ്റെ. ഇത് വന്നിട്ട് 7.5 HP പവർ വേണം 3 പേസിൻ്റെ. അപ്പോൾ ഇതാണ് ഡിഫറൻറ്റ്. അത് കൂടാതെ മുകളിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മുകളിൽ വൈബ്രേറ്റർ ഒന്ന് കൂടുതലായി വയ്ക്കും. അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ മെഷീൻ്റെ എല്ലാം കളർ നമുക്ക് നോക്കാൻ പോയാൽ മൊത്തം പൗഡർ കോട്ടിങ്ങിലാണ്. മെഷീനെ നോക്കൂ, എല്ലാം സാധാരണ പെയിൻറ്റിങ് ചെയ്യില്ല, എല്ലാം പൗഡർ കോട്ടിങ്ങിലാണ്. കളർ മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ. അത് യെല്ലോ വിത്ത് ഗ്രേ, പിന്നെ അതിൻ്റെ ഓറഞ്ച്, പിന്നെ അതിൻ്റെ ഗ്രീന്, പിന്നെ യെല്ലോ വിത്ത് വൈറ്റ്, അങ്ങനെ ഒരു 4 കളർ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം മൊത്തം മെഷീനെല്ലാം പൗഡർ കോട്ടിങ്ങിലാണ്. അത് കൂടാതെ ഇതെല്ലാം JCB പിസ്റ്റൺ റാഡാണ്. ഈ റാഡ് എല്ലാം മൊത്തം റാഡെല്ലാം JCBൻ്റെ പിസ്റ്റൺ റാഡാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഓയിൽ സീൽ 2 ഇടും, അവിടെ നിന്ന് ഇവിടെ നിന്നിടും. അതിൻ്റെ മുകളിൽ ലോക്ക് ഇട്ട് ഡബിൾ സൈഡ് ഇടും. അത് പണ്ടത്തെ മോഡൽ ഒരേ ലെങ്ത് ആയിട്ടുണ്ടാകും. ഇപ്പോൾ അതൊക്കെ ഞാൻ 2 ഭാഗത്ത് ഇട്ടിട്ടുണ്ട് അറസ്റ്റ് ആക്കണ മാതിരി. ഈ മെഷീൻ്റെ മൊത്തം കൺട്രോൾ ഈ പാനൽ ബോർഡാണ് എല്ലാം. അതായത് പമ്പിൻ്റെ ഓൺ ഓഫും വൈബ്രേറ്ററിൻ്റെ ഓൺ ഓഫും ട്രാവലിൻ്റെ റിവേഴ്സ് ഫോർവേഡ് അങ്ങനെ എല്ലാം ചേർത്തിട്ടാണ് മൊത്തം കൺട്രോളാണിത്. ഇത് മറ്റേ ഹൈഡ്രോളിക് ലിവർ, അതായത് ഹൈഡ്രോളിക് പൊങ്ങിന് മാത്രം ഹൈഡ്രോളിക്, താഴെ ഇറക്കുന്നത് സെൽഫ് റൈറ്റിംഗ് ആണ്. അതിൻ്റെ ലിവറാണ്. ഒന്ന് ബോട്ടം ഡൈ, ഒന്ന് ടോപ്പ് ഡൈ, അങ്ങനെ. ഈ 4 വൈബ്രേറ്ററിൽ വന്നിട്ട് മുമ്പിലുള്ള ട്രാവലിംഗ് മോട്ടർ 1 HP ആണ്. 1 HP ക്രാംപ്ടൺ ഗ്രീവ്സ്. പിന്നെ അത് കൂടാതെ ഇവിടെ വന്നിട്ട് 3 HP. ഇവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇത് 3 HP ക്രാംപ്ടൺ മോട്ടർ. പിന്നെ അത് ഇല്ലാതെ വൈബ്രേറ്റിംഗ് മോട്ടർ ഇവിടെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഇത് വൈബ്രേറ്റിംഗ് മോട്ടറാണ്. ഇത് 3 HP ഒരെണ്ണം. അതേപോലെ മുകളിൽ വന്നിട്ട് 1 HP 2 ഫിറ്റിംഗ് ആക്കും. ഇവിടെ കണ്ടറിയാം നിങ്ങൾക്ക് 2 മോട്ടർ ഉണ്ടാവും. ഇവിടെ ഒരു വൈബ്രേറ്റർ മോട്ടർ ഒന്നും, ഇവിടെ ഒരു വൈബ്രേറ്റർ മോട്ടർ ഒന്നും. അങ്ങനെ വൈബ്രേറ്റർ മാത്രം 5 HP. പിന്നെ ഇതിൻ്റെ പമ്പൊക്കെ നല്ലോണം ഹെവി ആയിരിക്കും. പമ്പ് അറ്റാച്ച്മെൻ്റ് ആണിത്, നല്ല ഹെവി ആയിരിക്കും. ഈ മെഷീൻ്റെ ബാക്ക് വീൽ വന്നിട്ട് നീരോ പറഞ്ഞൊരു വീലാണ്, റബ്ബർ വീലാണത്. നല്ല ഹെവി ആയിരിക്കും, ഭയങ്കര ഹെവി ആയിരിക്കും. അതേപോലെ മെഷീൻ്റെ എല്ലാ ചാനലും വൈസാഗ് സ്റ്റീലാണ്. എല്ലാം മൊത്തം എല്ലാവരും കണ്ടറിയാം നിങ്ങൾക്ക്, വൈസാഗ് സ്റ്റീലാണ്. അതേപോലെ ഇതിൻ്റെ പ്ലൈറ്റ് തിക്നെസ് 20 mm ആണ്. പിന്നെ അത് കൂടാതെ ഈ TVS റബ്ബർ ബൂസില്ലേ, ഇത് വന്നിട്ട് മറ്റേ അശോക് ലൈലാൻഡ് ഇഞ്ചിൻ ബെഡ് റബ്ബറാണ്. റബ്ബർ മറ്റേ വയർ എല്ലാം പോകാനോട് ഒരു ഗ്ലാൻഡ് ഇട്ടുണ്ടാകും, വയർ സേഫ്റ്റി ഗ്ലാൻഡ് ഇട്ടുണ്ടാകും. അതേപോലെ ഇതൊന്നും ഓയിൽ ടാങ്കാണത്. ഇതിൽ വന്നിട്ട് 15 ലിറ്റർ ഓയിൽ കപ്പാസിറ്റി, ഹൈഡ്രോ 68. അത് ഉള്ളിൽ ഞാൻ ആക്കി തന്നെ എല്ലാം കൊടുക്കും മെഷീനറി. ഇപ്പോൾ ഈ മെഷീൻ വന്നിട്ട് ഡബിൾ സ്റ്റോക്കാണ്. 4 വൈബ്രേറ്ററിന് ഡബിൾ സ്റ്റോക്ക് മെഷീനാണിത്. നിങ്ങൾ കണ്ടറിയാം. ഇത് 12/8 ഡബിൾ സ്റ്റോക്കാണ്. ഇവിടെ 5 കട്ട, ഇതിൻ്റെ ബാക്കിൽ 5 കട്ട. കട്ട നല്ല സ്ട്രെങ്ത് കിട്ടും ഈ മെഷീനിൽ. അതേപോലെ എല്ലാത്തരം ബോൾട്ട് നട്ട് എല്ലാം നോക്കുമ്പോൾ നമുക്ക് എല്ലാം TVS ബോൾട്ട് നട്ടുകളാണ്. എല്ലാം 14 mm TVS ബോൾട്ട് നട്ട് വിത്ത് ലോക്ക് നട്ടോ എല്ലാം ചേർത്തിട്ട്. ഈ മെഷീൻ്റെ മുമ്പാത്തുള്ള ട്രേ വന്നിട്ട് നല്ല വലിയ ട്രേ ആണ്. അത് കൂടാതെ ഈ മെഷീനിൽ വന്നിട്ട് 12/8-4 16 കട്ടയും, 12/8-6 10 കട്ടയും, 12/8-8 8 കട്ടയും, ആ ടൈപ്പുള്ള മെഷീനാണ് ഇത്. ഇതിൽ തന്നെ സിംഗിൾ സ്റ്റോക്ക് ഉണ്ട്. ഇത് 12/8 ഡബിൾ സ്റ്റോക്ക് വന്നിട്ട് കേരളത്തിൽ മാത്രമേ പോവുള്ളൂ, വേറെ എവിടെയും പോവില്ല. അതിൻ്റെ ടൈപ്പ് മെഷീനാണ് ഈ ടൈപ്പ്. ഇപ്പോൾ പണ്ടത്തെ മോഡൽ വന്നിട്ട് സിംഗിളും ഡബിളും അങ്ങനെയാണ്. ഇപ്പോൾ ട്രിപ്പിൾ വന്നിട്ട് 4 വന്നിട്ടുണ്ട്. വൈബ്രേഷൻ ജാസ്തി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത്രയും കട്ട നല്ല സ്ട്രെങ്ത്തായി കിട്ടും. ഇപ്പോൾ നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇത് മാത്രം മതിയാവില്ല. ഡൈ സെറ്റ് 3 വാങ്ങിക്കണം, അതിൻ്റെ ട്രോളി 2 വാങ്ങിക്കണം. പിന്നെ മിക്സർ മെഷീൻ, ഇതുപോലെ മിക്സർ വാങ്ങിക്കാം നമുക്ക്. ഇതിൽ തന്നെ ഹൂപ്പർ മിക്സർ ഉണ്ട്, അതും വാങ്ങിക്കാം നമുക്ക്. ഹൂപ്പർ മിക്സർ ആകുമ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നല്ല ബെസ്റ്റാണത്. ഇപ്പോൾ അത് കൂടാതെ ഇതിൽ വൈബ്രേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ കട്ട ഇതിൽ നിന്ന് അടിക്കുമ്പോൾ നല്ല സ്ട്രെങ്ത്തായി കിട്ടും. 4 അടിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കട്ട നല്ല രീതിയിൽ കിട്ടും. പക്ഷെ എന്താ, കളവ് ഇത്തിരി കൂടുതലായി പോകും. വൈബ്രേഷൻ ജാസ്തി പോകുമ്പോൾ കളവ് ഇത്തിരി ജാസ്തി ഉള്ളിൽ പോകും. ഇപ്പോൾ മെഷീൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് ചെറുതായി നോക്കി. ഇപ്പോൾ എൻ്റെ ഫാക്ടറിയിൽ ഒരു ചെറിയ ഡെമോടെ നമുക്ക് 4 വൈബ്രേറ്ററിൻ്റെ നമുക്കത് നോക്കാം. ഇപ്പോൾ
ഇപ്പോൾ ഈ മെഷീൻ്റെ ഡെമോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇതിൻ്റെ വിലയും കാര്യങ്ങളും അറിയാനെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, എനിക്ക് വിളിച്ചോളൂ. ഇനി വിശദമായി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.